ചേട്ടാ, ഇറാന് മേലെയുള്ള യുദ്ധം പശ്ചിമേഷ്യയിലെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്നും അത് ആഗോളതലത്തിലേക്ക് ബാധിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിനെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് ഇറാൻ പൂർണ്ണമായും അർത്ഥത്തിൽ വിലപേശുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇസ്രായേലും അമേരിക്കയും എന്താണോ പ്രതീക്ഷിച്ചത്, അവർ പെട്ടെന്നൊരു യുദ്ധം നടത്തി. കാര്യം അവരിൽ അത്യാധുനിക ആയുധങ്ങളുണ്ട്, ആൾബലമുണ്ട്, സാമ്പത്തികമായ വലിയ ശക്തിയാണ്, നാറ്റോ പോലുള്ള വലിയ ശക്തികളുടെ പിൻബലമുണ്ട്. അവർ വിചാരിച്ചിരുന്ന 1-2 ആഴ്ചക്കുള്ളിൽ ഇറാനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവർ പറയുന്നതിന് ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ല സംഭവിച്ചതെന്ന് മാത്രമല്ല, ഇറാൻ പ്രത്യാക്രമണം നടത്തുകയും ഇറാൻ അമേരിക്കയുടെ സഖ്യശക്തികളായിട്ടുള്ള 12-ഓളം ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിടുകയും ഈ രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ വരുന്നു. ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങൾ, അതായത് യുദ്ധത്തെ നേരിട്ട് ബാധിക്കാത്ത ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായിട്ടുള്ള എണ്ണയുടെ ഷോർട്ടേജ് ഉണ്ടാവുകയാണ്. ഈ മൊത്തത്തിൽ ഈ ഒരു സമ്മർദ്ദം ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും താങ്ങാൻ സഹിക്കാതെ വന്നതോടുകൂടിയാണ് അവർ ഇന്നലെ ഒരു 5 ദിവസത്തെ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നത്. ഈ വെടിനിർത്തൽ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായും വിചാരിക്കുന്നത് അമേരിക്ക ഇത് പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും അതിൽ വിശ്വസിച്ചിരുന്നില്ല. കാര്യം ഇവർ വെടിനിർത്തൽ പറഞ്ഞിട്ട് പിന്നീട് ഗസയിൽ ആക്രമിച്ചതും തിരിച്ചാക്രമിച്ചതും ഒക്കെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഇന്ന് രാവിലെ ഏറ്റവും ഒടുക്കം വീണ്ടും ഇറാനിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഈ യുദ്ധം പോകുന്നത് യഥാർത്ഥത്തിൽ? ഇതിപ്പോ സത്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കാരണം അവരൊരിക്കലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നില്ല. അവർ കുറേ ആണവ കേന്ദ്രങ്ങളെന്നും ആയുധ സംഭരണ കേന്ദ്രങ്ങളെന്നും പറയുന്നിടത്തെല്ലാം ബോംബിട്ടു, കുറച്ച് എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകളിലിട്ടു. എല്ലാം ഇട്ടെങ്കിലും ഇനിയും ഇറാന്റെ കയ്യിൽ അനാവരണം ചെയ്യപ്പെടാത്ത അവരുടെ ആയുധ സംഭരണശാലകളുണ്ട്. ഇന്നലെ തന്നെ അവരൊരു വീഡിയോയിലൂടെ ഇത് കാണിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, എൻ്റെ ബലമായ ഒരു വിശ്വാസം, നമ്മളൊരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇറാൻ ഒറ്റയ്ക്കല്ലിത്. ഇറാൻ്റെ കയ്യിൽ ഇറാന് എവിടെ നിന്നോ ബാഹ്യ സഹായം കിട്ടുന്നുണ്ട്. അല്ലാതെ ഒരു രാജ്യത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ സാധിക്കും. വലിയ രാഷ്ട്രമല്ലേ അതാണ്. എങ്കിൽ പോലും ഒന്നുകിൽ അവർ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇവർ മൊത്തം സർവ്വസന്നാഹങ്ങളും ചെയ്തു. അതായത് ഇസ്രായേലിൻ്റെ മൊസാദിനും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത പോലെ ഉള്ള ഒരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇതിൻ്റേതായിട്ടുള്ള സഹായങ്ങൾ വെളിയിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയ ഇവർക്ക് വലിയ അബദ്ധമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാനൊരു എതിർവാദം പറയട്ടെ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം പരമോന്നത നേതാവിനെ തന്നെ തീർത്തുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നത്. മുജതബ ഖമനേയി വന്നു, വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഭരണപരമായിട്ടുള്ള നേതൃത്വങ്ങളെല്ലാം തീർക്കുന്ന ഒരു സംവിധാനമുണ്ടാക്കി ഇസ്രായേൽ. സൈനിക നേതൃത്വങ്ങളെ പൂർണ്ണമായും തീർക്കുന്നു. മാത്രമല്ല, നമുക്കറിയില്ല ഇറാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇറാൻ ഒരു മാധ്യമങ്ങളെയും അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. അതായത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സംഘർഷങ്ങളിൽ ഇറാനിലുണ്ടായ ഡാമേജിന്റെ ആഴം നമുക്കറിയില്ല. ഇത് ഇവരുടെ ക്ലെയിമുകളാണ്. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്നും അവർ പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവർക്കൊരു ഉണ്ടായിട്ടുള്ള ഡാമേജ് ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ നമുക്കറിയില്ല. കാരണം ഈ ഡിസംബർ കഴിഞ്ഞ വർഷം അവസാനവും ഈ വർഷവും ആദ്യമായി ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളിൽ 10-30,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്. അവിടേക്ക് ഒരു ഇന്റർനാഷണൽ മാധ്യമത്തെ വിടുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഈ ഡാമേജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ പട്ടിണിയാണോ ദാരിദ്ര്യമാണോ എന്നറിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ അത് വെച്ച് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതിനകത്ത് ഒരു കാര്യം ഇപ്പം മനുജ പറഞ്ഞ ഒരു കാര്യം, അവർക്ക് കൃത്യമായി ഒരു പ്ലാൻ ബിയും ഒരു പ്ലാൻ സിയും ഉണ്ട്. കാരണം അവരെ എത്രത്തോളം ഒരു യുദ്ധമാകുമ്പോൾ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നതിനെക്കുറിച്ചൊരു പ്ലാൻ. പിന്നെ ഒരു ഡീസെൻട്രലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അധികാരം വികേന്ദ്രീകരിച്ചു പോയിട്ടുണ്ട്. അത് ഈ ഖൊമേനി മാത്രമായിരിക്കില്ല ഇവരുടെ ലീഡർഷിപ്പ്. അവർ വിചാരിക്കുക ഇതിപ്പം ഖൊമേനി തട്ടിപ്പോയാൽ എന്ത് ചെയ്യണം, ഖൊമേനിയുടെ മകൻ തട്ടിപ്പോയാൽ എന്ത് ചെയ്യണം, പെഷസ്ക്യാൻ തട്ടിപ്പോയാൽ എന്ത് ചെയ്യണം, ഇവരുടെ ആർമി ഹെഡ് തട്ടിപ്പോയാൽ എന്ത് ചെയ്യണം. നമ്മൾക്കപ്പോഴും ഒരാൾ വീണാൽ നമ്മൾ പൊളിയരുത്. അതാണ് അത്. സർവ്വസൈന്യാധിപനെ അല്ലെ പരമോന്നത നേതാവിനെ വധിക്കുന്നതോടെ നമ്മൾ പേടിച്ചോടുന്ന ഒരു യുദ്ധ നിയമമുണ്ട്. അറിയാമല്ലോ, ഒരു യുദ്ധ നിയമമല്ല, ഒരു യുദ്ധ കാഴ്ചയുണ്ട്. സൈന്യാധിപൻ വീണു എന്ന് പറഞ്ഞാൽ സൈന്യം പിന്തിരിഞ്ഞോടും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനു തന്നെ എനിക്ക് തോന്നുന്നു ഇവരിത് ഒരു അധികാര വികേന്ദ്രീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പല ആൾക്കാരിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ ആക്രമണം നടന്നിട്ടും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവർ ഓൾറെഡി ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിനൊരു പ്രശ്നം കിടക്കുന്നത്, ഈ ഗസയിൽ ഇവർ ആക്രമണം നടത്തിയ സമയത്ത് ഇവരുടെ പ്രൊപ്പഗൻഡ വാറായിരുന്നു
അവിടെ ഏറ്റവും വലിയ പട്ടിണിയും സ്റ്റാർവേഷനുമാണ്, കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്റർനാഷണൽ മീഡിയ അവിടെ ചെല്ലുകയും അവിടെ ഫുഡിന്റെ കാര്യത്തിനകത്ത് ഒരു കുറവില്ലെന്നും സ്റ്റാർവേഷൻ ഇവർ നിർമ്മിച്ചവർ നുണ ഫാക്ടറി എന്നുള്ള കാര്യമാണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഇതൊരു നിർമ്മിച്ച ഒരു കഥയായിരിക്കില്ല ഞങ്ങൾ സഹാനുഭൂതി, അതായത് അവരെ ഞങ്ങളെ അപ്പൊ ഇറാന്റെ പ്രതിരോധം എന്ന് പറയുന്നതും ഇവര് നിർമ്മിച്ചെടുക്കുന്ന ആയിരിക്കാം ഒരു പക്ഷേ, അത് അങ്ങനെ വേണേലും പറയാം. പക്ഷേ എന്താണെന്നെങ്കിലും ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ അയൺ ഡോം ഒക്കെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പം പിന്നെ ഇസ്രായേലിന്റെ ദിമോണയിലൊക്കെ ഇവരുടെ ഇത് വന്ന് വീഴുന്നു. ഇപ്പം ഇന്ന് അവർ നിഷേധിച്ചിട്ടുണ്ട്, ഡിഗോ ഗാർഷ്യയിൽ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞതായിട്ട് രാവിലെ അൽ ജസീറയിലുണ്ട്. ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ചുമ്മാ നോക്കിയ സമയത്ത് കണ്ടു, ഈ പറയുന്ന ഡിയോ ഗാർഷ്യയിലോട്ട് ഞങ്ങൾ മിസൈൽ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ട്രംപ് ഒന്ന് നാറ്റോ സഖ്യത്തെ കൂടെ നിർത്താനുള്ളൊരു പരിപാടിയായിരുന്നോ എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു ബലമായ വിശ്വാസം, ബാലിസ്റ്റിക് മിസൈൽ ഇറാന്റെ കൈവശം ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ഇത് ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതാണ്. അപ്പൊ ഇപ്പം നെതന്യാഹുവും പിന്നെ അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. നെതന്യാഹുവും ട്രംപും ചേർന്ന് ഇത് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഇതെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തുർക്കിയും ചൈനയും പാകിസ്ഥാനുമാണ് ഇടപെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഇസ്ലാമാബാദിൽ വെച്ചാണ് ഈ ടോക്ക് നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആരാ, ഇന്ത്യ ഇതിൽ ഇടപെടുമെന്നും ഇന്ത്യയുടെ ഈ അന്താരാഷ്ട്ര ഗ്രാഫ് ഒന്ന് പൊങ്ങുമെന്നും ഒന്ന് ഉയരുമെന്നും കരുതിയിരുന്ന സ്ഥലത്താണ് പാകിസ്ഥാൻ ഗോളടിക്കാൻ പോകുന്നത്. കാരണം പാകിസ്ഥാനാണ് ഇപ്പോൾ ഇടനില നിൽക്കുന്നത്. പാകിസ്ഥാനും തുർക്കിയും ചൈനയും ചേർന്ന് ഇസ്ലാമാബാദിൽ വെച്ച് നമ്മുടെ ശത്രുരാജ്യങ്ങളാണ്. അതെ, അതിൻ്റെ ഒപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പങ്കെടുക്കും, അതുപോലെ ബെന്യാമിൻ നെതന്യാഹുവും പങ്കെടുക്കും. അവരെല്ലാം കൂടെ കൂടിക്കൊണ്ട് അപ്പോൾ അവരുടെ രണ്ട് കാര്യമാണ്, ഒന്ന് ബാലിസ്റ്റിക് മിസൈൽ അവരുടേത് നിർത്തുക, മറ്റൊന്ന് യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് അണുവായുധ നിർമ്മാണം. ഇത് രണ്ടും തടയുക എന്നുള്ളത്. അതുപോലെ അപ്പം ഇറാൻ പക്ഷേ ഇതുവരെ ഒന്നിലും പ്രതികരിച്ചിട്ടില്ല. ഈ അമേരിക്കയുടെ 48 മണിക്കൂർ പ്രതികരിച്ചെന്ന് ഇവർ പറയുന്നതിനെ ഇറാൻ എതിർക്കുന്നുണ്ട്. 48 മണിക്കൂർ അന്ത്യശാസനത്തെയും അതിനുശേഷമുള്ള 5 ദിവസത്തെ വെടിനിർത്തലിനെയും ഇറാൻ അതിനെ തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരതിനകത്ത് പ്രതികരിക്കുന്നില്ല, അവരത് നിഷേധിക്കുകയാണ്, അവരത് നിഷേധിച്ച് മാറിയിരിക്കുകയാണ്. അപ്പം ഇറാൻ ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന 2 ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഹോർമൂസ് കടലിടുക്കിലെ കപ്പമായിരിക്കും. കാരണം അവരെ ഇനി രാഷ്ട്ര പുനർനിർമ്മാണമാണ്. എപ്പോഴും ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു ഭൂകമ്പവും ഒരു യുദ്ധവും ഒരുപോലെയാണ്. നമുക്കറിയാം, ഒരു ഭൂകമ്പം ഉണ്ടായി. നമുക്ക് ഒരു ഉദാഹരണം, നേപ്പാളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. എനിക്കത് 2012 അല്ല, ഈ 2015. ഈ ഭൂകമ്പം ഉണ്ടായി, നേപ്പാൾ തകർന്ന് തരിപ്പണമായി. പിന്നെ എന്താണ്, അതോടുകൂടി ആ രാജ്യം തകരുകയാണ്, അതിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുകയാണ്. ഈ കെട്ടിടങ്ങളും ഈ പറയുന്ന ആ രാജ്യം വീണ്ടും പണ്ട് അണുബോംബ് വീണ് ജപ്പാൻ, അത് പിന്നീട് അതിന്റെ പഴയ ഒരു ഉന്നതിയിലേക്ക് വരാൻ എത്ര സമയം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധം കഴിയുമ്പോൾ ആ രാഷ്ട്രം ഒന്ന് നമ്മുടെ വയനാട്, അതെ അതിന് എത്ര കോടി രൂപയാണ്. അപ്പം ഇറാൻ യുദ്ധത്തിന് നഷ്ടപരിഹാരം ചോദിക്കും. അവരുടെ മിസൈലുകൾ അവർ പിന്നെ ചാത്ത മിസൈൽ വെച്ചാൽ ഇങ്ങോട്ട് അടിച്ചോണ്ട്, അമേരിക്കയുടെ കോടികളുടെ മിസൈലുകൾ ഇറക്കാൻ ഇവർ ചാത്തരാ ഉപയോഗിച്ചോണ്ട്. ആ ചാത്ത ചൈനീസ് സാധനമായിരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാശും അവർ ചോദിക്കും. പക്ഷെ ഇറാൻ ഇതുവരെ ഒന്നും ഇതിനകത്ത് മുന്നോട്ട് വരും. പക്ഷേ ഇതൊരു നീതികേടില്ല. അതായത് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഇറാന്റെ വലിയൊരു തീരപ്രദേശത്ത് നിന്നാലും ആത്യന്തികമായി അതിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ടുള്ളൊരു ഡ്രാമ മാത്രമല്ല. അത് ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാലാണ് ഈ പറയുന്ന സംഭവം. അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു ക്ലെയിം ചെയ്ത് അതിനെ ബന്ധിയാക്കി വെച്ചുകൊണ്ട് വിലപേശലല്ലേ നടത്തുന്നത്. അതാണ് അതെന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്നു എന്നേ ഉള്ളൂ. അതെ അതെ, ഈ രാജ്യത്തിന് ഒരു അവകാശവും ഇല്ല അതിനകത്ത്. അവരപ്പോൾ അവിടെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള നേവൽ ഏരിയ ഉണ്ട്, ഇത്ര നോട്ടിക്കൽ മൈൽ. പക്ഷേ അത് കഴിയുമ്പം ഇന്റർനാഷണൽ കപ്പൽച്ചാലാണ്, അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ് വരുന്നത്. അതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അതിനകത്തൂടെ കപ്പൽ കടന്നു പോകുന്നതില്ല, അതിനാർക്കും കപ്പം പിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം മറ്റേ പനാമ കനാൽ, സൂയസ് കനാൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്തൂടെ എല്ലാം കടന്നു പോകുന്ന ഇതുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധം വരുന്നുണ്ടെങ്കിൽ ഇതങ്ങ് അടയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല. യുദ്ധം വരുമ്പം പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിടുന്ന കൂട്ടത്തിൽ ഇതിലൂടെ പോകുന്ന കപ്പലുകളുടെ മണ്ടയ്ക്ക് വീഴുക, മൈനുകൾ വയ്ക്കുക. അതൊക്കെ ഈ മൈനുകളൊക്കെ ഒരിക്കലും ഒരു പ്രചാരണമാണോ എന്ന് നമുക്കറിയില്ല. മൈനുകളുടെ കഥയൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞു. ഇടയ്ക്ക് വന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ എന്തായിരുന്നു, ഇന്റർനെറ്റ് കേബിളുകൾ കട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറാൻ ഒരു കാര്യം പറയുന്നത്, ഇറാൻ ഇപ്പം എല്ലാവരെയും ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് പണി കൊടുക്കുന്നു. പക്ഷെ അത് അവരെയും ബാധിക്കില്ലേ?
തീർച്ചയായിട്ടും. അപ്പം അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവര് ഇറാനിൽ അതിഭീകരമായിട്ടുള്ള അവിടെ എന്തിനാണ് ഈ സമരം തുടങ്ങുന്നത്? യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ സമരമാണ് തുടങ്ങിയത്. അവിടെ പട്ടിണിയും അടിസ്ഥാനപരമായി തൊഴിലില്ലായ്മയും അതിഭീകരമായ പണപ്പെരുപ്പവും ദാരിദ്ര്യവും കാരണമല്ലേ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇറാനിൽ ഇപ്പോഴും പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു വാദഗതിയെ നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നതിൽ എത്രത്തോളം യുക്തി ഉണ്ടെന്നാണ് എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്ത് പല തരത്തിലുള്ള പ്രചാരണമുണ്ട്. ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കും. പ്ലാൻ ചെയ്ത സ്റ്റോറികൾ പുറത്തു വരും. അത് നമ്മളത് അതിൻ്റെ ഒരു ആധികാരികത പരിശോധിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പം നമുക്കറിയാം, പണ്ട് ഇന്ത്യയിലൊരു ഖാലിസ്ഥാൻ വാദം ഉണ്ടായി. ഈ ഖാലിസ്ഥാൻ വാദം ഉണ്ടായിട്ടാണല്ലോ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. അപ്പോൾ അത് ഇന്ത്യയിലെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അപ്പോൾ അതിനെ ആര് ഫണ്ട് ചെയ്യും? അതിനെ വേണമെങ്കിൽ പാകിസ്ഥാൻ ഫണ്ട് ചെയ്യും, ബംഗ്ലാദേശ് ഫണ്ട് ചെയ്യും, അമേരിക്ക പോലും ഫണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ആഭ്യന്തര വിഷയം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഭരണകൂടം ഇവരെ ചെറുക്കാനുള്ള ആ ഒരു ജാഗ്രതയ്ക്കിടയിൽ വേറൊരു സ്ഥലത്തു നിന്ന് നമ്മളെ ഒരാക്രമണം വരികയാണ്. ഇറാനിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക്, ആഭ്യന്തര കലാപങ്ങൾക്ക് ഈ വിദേശ രാജ്യങ്ങൾ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവർ രണ്ടെണ്ണം നോക്കണം. ഒന്ന് നമുക്ക് നേരെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് നോക്കണം, പുറത്തു നിന്നുള്ളതും നോക്കണം. അങ്ങനെ ഈ ദ്വിമുഖ അറ്റാക്കാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ പോലും ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ളത് അവാസ്തവമായ കാര്യമാണോ എന്നുള്ളത് ഇനി നമ്മൾ വരുന്ന ദിവസങ്ങളിലാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിൽ അവർ നിഷേധിച്ചു കഴിഞ്ഞു. നിഷേധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം അത് ഇവർ ഉണ്ടാക്കിയ കഥയാവാം. അതായത് ബ്രിട്ടനെ കൂടെ ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രമാണെന്നൊരു നറേഷനാണ് പ്രധാനമായിട്ടും. കാരണം ഡീഗോ ഗാർഷിയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന്റെയും കൂടെ പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അപ്പൊ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു അവസാനം ഇതായിരിക്കും. കാരണം യുദ്ധങ്ങൾക്ക് അവസാനമില്ല. യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു, അന്ത്യമായില്ല. ഗസയിൽ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്, ഹമാസിനെ തുരത്തണമെന്ന് അതെ. അപ്പൊ ഇതിന്റെ ഒരു അന്ത്യത്തിലേക്ക് നമുക്ക് എന്താണ് കാര്യം? ഇതിന് അന്ത്യമൊന്നും വരികയില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പക്ഷെ അത് നമ്മൾ അന്താരാഷ്ട്ര സേവനങ്ങളെയും അല്ലെ അന്താരാഷ്ട്ര കപ്പൽചാലുകളെയും നമ്മൾ മറ്റു രാജ്യങ്ങളെയും ബാധിക്കാതെ അവർ തമ്മിൽ യുദ്ധം ചെയ്താൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇതിനകത്ത്. ഇപ്പം നമ്മൾ ഇപ്പൊ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം എന്താണ് സംഭവിക്കുന്നത്? അവർ തമ്മിലാണ് അല്ലേ? അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊക്കെ അതിനകത്തേക്ക് നമ്മൾ ചെല്ലുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ നിഷ്കളങ്കരായ കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. പക്ഷേ ഇറാനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രങ്ങൾക്ക്, ഇപ്പം ചേട്ടൻ പറഞ്ഞ സാധനം പാകിസ്ഥാനും പോലെയുള്ള രാഷ്ട്രങ്ങൾ, ചൈനയെ പോലുള്ള രാഷ്ട്രങ്ങൾ ഇതിൻ്റെ മധ്യസ്ഥ ചർച്ചയിലേക്ക് വരികയാണ്. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും വലിയൊരു ചെയിനായി ഇവർ മറ്റൊരു ബെൽറ്റ് പോലെ ഒരു ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഒരു ബെൽറ്റായിട്ട് ഇവർ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യക്കൊരു ഭീഷണിയായിട്ട് വരാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, മറ്റൊരു നയതന്ത്രം? കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മോദിയുടെ ഇടപെടലും, കാരണം ഇറാന്റെ പ്രതിനിധി തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ അംബാസിഡർ പറയുന്നൊരു സാഹചര്യം. അത് തെറ്റായ ഒരു സന്ദേശം പുറത്തോട്ട് പോകും. കാരണം ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളല്ലാതെ ഇടത് കക്ഷികളടക്കം ഉന്നയിക്കുന്ന ഒരു വിഷയം. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാനെ മുൻകൈ എടുത്ത് ഈ ഒരു ചർച്ച നടത്താൻ ഇതുവരെ ഇന്ത്യക്കായിട്ടില്ല എന്ന് പുറത്തേക്ക് ഒരു എന്താ പറയുന്നത് ഒരു ടോക്ക് പോവും. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ പാകിസ്ഥാൻ മുൻകൈ എടുക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അവർ അറബ് രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പം ശരിക്കും ഇത് ചെയ്യേണ്ടത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയാണ്. കാരണം നമ്മുടെ ഈ മേഖലയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും ശക്തമായ രാജ്യമെന്ന് പറയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. മാത്രമല്ല ഇന്ത്യയുടെ അഭിപ്രായത്തിന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയ വിലയുള്ള ഒരു സമയവുമാണ്. നമ്മൾ നയതന്ത്ര ബന്ധം വളരെ സുഗമമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യ ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു ചോദ്യമാണ് വരുന്നത്. ഇന്ത്യ ആകെ ഇടപെട്ടത് ഇന്ത്യയുടെ കപ്പലുകൾ ഊരിക്കൊണ്ടുപോരാൻ വേണ്ടി, 4 കപ്പൽ വിടാം. അപ്പോൾ അവർ ഞങ്ങൾ വിടാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും നമുക്കെല്ലാം ചിന്തിക്കുക, എന്തുകൊണ്ട് മോഡി ഇടപെടുന്നില്ല? UAE ആവശ്യപ്പെട്ടില്ലേ? നരേന്ദ്രമോദിയുടെ ഒരു ഫോൺ കോളിൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിനകത്ത് വ്യക്തമായ ധാരണ എന്തോ ഇന്ത്യക്ക് ഉണ്ടാവും. അതാവാം അതിൻ്റെ ഒരു കാരണം. എന്തായാലും ഇപ്പം നിലവിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതി അനുസരിച്ച് അമേരിക്കയും ഇസ്രായേലും യുദ്ധം അവസാനിപ്പിക്കാൻ ഏതാണ്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനി ഇറാൻ അതിന് തുനിയുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്.